അതെ, ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കൊരു വെറൈറ്റി പാൽപ്പുട്ട് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മൾ 500 പുട്ടുപൊടി എടുത്തിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതാ മൂടി വെക്കുക കേട്ടോ. 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇതാ നമ്മളിത് എടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ നനച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇനി 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും 3 പാക്കറ്റ് പാൽപ്പൊടിയും 10ൻ്റെ പാക്കറ്റ് പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ആ പാൽപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടിയാണ് കേട്ടോ. നെയ്യ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതാ നമ്മൾ 2 ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതാ നമ്മളിതാ പുട്ടും കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതേ നമുക്ക് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ നമ്മൾ പുട്ടും കുറ്റിയിൽ ഇട്ടതിന് ശേഷം നമ്മളിത് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പുട്ടും കുറ്റിയിൽ നിന്ന് തള്ളിയിടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. കാരണം നെയ്യിൻ്റെയും പാൽപ്പൊടിൻ്റെയും ഒക്കെ ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. അടിപൊളി സ്മെല്ലാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കറി പോലും വേണ്ട, കുഞ്ഞു കൊച്ചുങ്ങൾക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ കുഞ്ഞു വാവയ്ക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല ഈ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. പെട്ടെന്ന് തന്നെ അവർ സാപ്പിട്ടോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരിക്കലെങ്കിലും ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു.